സാറേ, കേരളത്തിൽ വീണ്ടും കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം. ഇപ്പോൾ എത്ര ഗ്രൂപ്പുണ്ടെന്ന് അറിയത്തില്ല. നേരത്തെ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ എ.കെ. ആൻ്റണി അടങ്ങുന്നൊരു ഗ്രൂപ്പ്, അപ്പുറത്ത് കരുണാകരൻ ഗ്രൂപ്പ്, ഇതായിരുന്നു സജീവമായി നിലനിന്നത്. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഉയർന്നു വരികയാണ്. അത് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനും UDFനും കുറച്ച് ആത്മവിശ്വാസം ഇരട്ടിച്ചിട്ടുണ്ട്. വയനാട്ടിലെയും പാലക്കാട്ടെയും വിജയം അവർ തീരെ അപ്രതീക്ഷിതമല്ലെങ്കിലും അവിടെ ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജും ജനങ്ങൾ കൊടുത്ത പിന്തുണയും സംസ്ഥാന സർക്കാരിനോട് പൊതുവിൽ ജനങ്ങൾക്കുണ്ടെന്ന് പറയുന്ന രോക്ഷവും ഒക്കെ അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ UDFന് അധികാരത്തിൽ വരാമെന്നൊരു തോന്നൽ ഉളവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സർക്കാർ രൂപീകരിക്കേണ്ടത്, ആരുടെ നേതൃത്വത്തിലായിരിക്കണം, അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കിടമത്സരം കോൺഗ്രസിനകത്ത് പതുക്കെയെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്ന് നിർജ്ജീവമായിരുന്ന എല്ലാ ഗ്രൂപ്പ് വിഭാഗങ്ങളും തല ഉയർത്തുകയാണ്. പ്രത്യേകിച്ചും ഈ കരുണാകരൻ്റെ വിയോഗത്തോടെ, ഈ മാസം കരുണാകരൻ്റെ വിയോഗ വാർഷികവുമാണ്. കരുണാകരൻ്റെ കഥാവശേഷനായ അദ്ദേഹത്തിൻ്റെ സ്മരണ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ അതിലുള്ള നേതാക്കൾ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ഗ്രൂപ്പ് സജീവമാകുന്നതോടെ അത് എതിർക്കുന്നത് ആരെയാണ്? ട്രഡീഷണലി എ ഗ്രൂപ്പിനെയാണ്. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൻ്റണി ഗ്രൂപ്പ് എന്നല്ല അർത്ഥം. ആൻ്റണി ആ ഗ്രൂപ്പിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ സ്വയം പിൻവാങ്ങിയ ആളാണ്. അത് എ ഗ്രൂപ്പ് എന്ന നിലയിൽ പിന്നീട് തുടർന്ന് വന്നത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് എന്ന പേരിലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ഒരു ഗ്രൂപ്പും സജീവമല്ലായിരുന്നു. അതിനെ നയിച്ചിരുന്ന അതിൻ്റെ ഗ്രൂപ്പ് മാനേജേഴ്സ് എന്ന് പറയുന്നത് പിന്നെ 2 പേരായിരുന്നു, ബെന്നി ബെഹനാനും KC ജോസഫും. ഈ KC ജോസഫും ബെന്നി ബെഹനാനും ഒന്നും ഇപ്പോൾ അതൊരു തീവ്രമായ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ നേതാക്കളല്ല. അവർ വേറെ ചില ദൗത്യങ്ങളൊക്കെ, പാർട്ടി ദൗത്യങ്ങളും പാർലമെൻ്ററി ദൗത്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ എ ഗ്രൂപ്പ്, പഴയ എ ഗ്രൂപ്പ് സജീവമായാൽ തീർച്ചയായിട്ടും പഴയ ഐ ഗ്രൂപ്പ് സജീവമായാൽ എ ഗ്രൂപ്പും സ്വാഭാവികമായും തല ഉയർത്തും. സാർ, അങ്ങനത്തെ ഒരു സംശയം, ഈ എ ഗ്രൂപ്പ് എന്ന് അന്ന് അറിയപ്പെടുമ്പോഴും ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ ഗ്രൂപ്പിൻ്റെ ഒരു കൺട്രോളർ. പക്ഷേ ആ നേട്ടങ്ങളും അധികാരവും എല്ലാം കൊയ്യുന്നത് എ.കെ. ആൻ്റണിയാണ്. അപ്പോൾ എ.കെ. ആൻ്റണി മുന്നിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ടൊരു കളി കളിപ്പിച്ചതല്ലേ? തുടക്കത്തിലൊക്കെ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഉമ്മൻചാണ്ടി ഇന്ന് മാത്രമല്ല, അന്ന് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ കോൺഗ്രസ്സിലെ ഒരു പ്രസ്ഥാനമായിരുന്നു കേരളത്തിൽ. അതിലാരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ആദ്യകാലത്തൊക്കെ വയലാർ രവി, VM സുധീരൻ, ഇവരെല്ലാം അധികാരികളെല്ലാം അവിടെ ആയിരുന്നു. പിൽക്കാലത്ത് വയലാർ രവി അതിൽ നിന്ന് വിട്ടുപോയി. എ.കെ. ആൻ്റണിയെ KPCC ഇലക്ഷന് തോൽപ്പിച്ച് പ്രസിഡൻ്റായി. അതായത് കരുണാകരൻ അത്ര ശക്തനായിരുന്നു. അപ്പോൾ എ ഗ്രൂപ്പിനെ പിളർത്തുന്നതിൽ കരുണാകരൻ വിജയിച്ചായിരുന്നു. അതിനു പകരം അവർ കാത്തിരുന്ന് കരുണാകരനെ അധികാരഭ്രഷ്ടനാക്കി. ISRO ചാരക്കേസ്, ഇതിനെ തുടർന്ന് തിരുത്തൽ വാദം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിലൊരു വിമത ഗ്രൂപ്പ് രൂപം കൊണ്ടു. കാർത്തികേയൻ അല്ലേ? G. കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, യശസ്വരനായ MI ഷാനവാസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരിത്രയായിരുന്നു അതിൻ്റെ നേതാവ്. അപ്പോൾ അവരെല്ലാം അറിയപ്പെടുന്ന കരുണാകരൻ വിഭാഗക്കാരായിരുന്നു. അപ്പോൾ കരുണാകരൻ വിഭാഗത്തിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കി തിരുത്തൽവാദം. ആ തിരുത്തൽവാദ പ്രസ്ഥാനത്തിന് ആവേശം പകർന്നുകൊണ്ട് അന്ന് കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഉമ്മൻചാണ്ടി ധനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹം രാജിവെച്ച് ഈ തിരുത്തൽവാദ പ്രസ്ഥാനത്തിന്, അവർ കോൺഗ്രസ്സിലെ ഒരു തിരുത്തൽ ശക്തിയാണ് എന്നുള്ളത് അത് എ ഗ്രൂപ്പിൻ്റെ നേതാവായ ഉമ്മൻചാണ്ടി അംഗീകരിക്കുകയും അദ്ദേഹം മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിട്ട് അവരോടൊപ്പം അവർക്ക് ധാർമ്മിക പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു. ആദർശം കാണിച്ചല്ലേ? അതിൻ്റെ ആദ്യത്തെ യോഗം ഇവിടെ ദർബാർ ഹാൾ മൈതാനത്താണ് നടന്നത്. അത് ശരി. ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ട് വന്ന് മുല്ലപ്പള്ളിയൊക്കെ പങ്കെടുത്ത ഈ ആവേശോജ്വലമായ ബെന്നി ബെഹനാൻ്റെ സ്വാതപ്രസംഗമൊക്കെ ഉണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഇട വന്ന ഒരാളാണ് ഞാൻ. അത് ശരി. സാറിന് അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അന്നതല്ലേ? അന്ന് കോൺഗ്രസ് അത്ര ശക്തിയുള്ള ഒരു പാർട്ടിയായിരുന്നു അല്ലേ? കോൺഗ്രസ് ഭരിക്കുന്നു. പിന്നെ കേന്ദ്രത്തിൽ PV നരസിംഹറാവു ഗവൺമെൻറ്,
അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ്റെ കാലം, അപ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലാണ്. പക്ഷേ കരുണാകരന് എതിരായിട്ട് അതിലൊരു ചേരിതിരിവ് രൂപം കൊള്ളുകയായിരുന്നു. അത് പ്രത്യേകിച്ചും കരുണാകരൻ്റെ കിച്ചൺ ക്യാബിനറ്റ് ആണ് ആ മന്ത്രിസഭയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത്. മുഖ്യമായി ലക്ഷ്യം വെച്ചത് അത് കെ മുരളീധരനെയും സഹോദരി പത്മജ വേണുഗോപാലിനെയും ഒക്കെ പിന്തുടർച്ചക്കാരെ ഇവർ വരുമെന്നുള്ള ഒരു ധാരണ. അത് ഒരു കാര്യം. അതാണ് തിരുത്തൽവാദ പ്രസ്ഥാനത്തിൻ്റെ ചേതോവിഹാരം. അതേസമയത്ത് കരുണാകരൻ കഴക്കൂട്ടത്ത് ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ദീർഘകാലമായിട്ട് ചികിത്സ വേണ്ടി വന്നു. അദ്ദേഹം വിദേശത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അദ്ദേഹം അധികാരം കൈമാറിയത് ആളുകൾ ഇവരൊന്നും പ്രതീക്ഷിച്ച ആളുകളല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരായ കാർത്തികേയൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ഷാനവാസ്, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ സ്വന്തക്കാരായിരുന്നു. അവരെയൊക്കെ മറികടന്ന് വേറൊരു അധികാര ഗ്രൂപ്പ് ഉദ്യോഗസ്ഥ മണ്ഡലത്തിലും പോലീസിലുമൊക്കെ ഉള്ളവർ ഉൾപ്പെട്ട ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്നവർ പരിഹാസപൂർവ്വേണ വിളിച്ചിരുന്ന ഒരു അധികാര കേന്ദ്രം കരുണാകരനെ ചുറ്റിപ്പറ്റി ഉടലെടുത്തു. അതിനെതിരെ ഒരു കലാപം എന്ന നിലയിലാണ് തിരുത്തൽവാദ പ്രസ്ഥാനം ഉണ്ടായത്. അത് കോൺഗ്രസ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് അന്ന് വളരെ കൗതുകകരമായ വാർത്താ ഉറവിടമായിരുന്നു. അങ്ങനെ ആണ് ഈ തിരുത്തൽവാദ പ്രസ്ഥാനം വന്നത്. അന്നൊക്കെയാണ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ഏറ്റവും സ്ട്രോങ് ആയത്. ഈ സംഭവം നടക്കുന്നത് KPCC തിരഞ്ഞെടുപ്പ്, വളരെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നു. അതിൽ കരുണാകരൻ ഗ്രൂപ്പിന് വലിയ ആധിപത്യം വരും. കരുണാകരൻ ഗ്രൂപ്പിൻ്റെ നേതാവായ വയലാർ രവി AK ആൻ്റണിയെ 17 വോട്ടിന് തോൽപ്പിച്ച് പ്രസിഡൻ്റായി. ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. അത് വലിയ സംഭവമായിരുന്നു. കരുണാകരനോടൊപ്പം നിന്ന ചില ആളുകളും പിന്നെ വയലാർ രവിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അത് വലിയ ഒരു അങ്കലാപ്പുണ്ടാക്കി. അപ്പോൾ അതേ തുടർന്നാണ് ഈ A ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകൾ കരുണാകരൻ ഗവൺമെൻറ്റിനോടും KPCCയുടെ പ്രവർത്തനത്തോടും നിസ്സഹകരിച്ചു പോരുകയായിരുന്നു. വയലാർ രവിക്ക് വേണ്ടത്ര പിന്തുണ സർവാത്മന ഉള്ള സാർവത്രിക പിന്തുണ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചില്ല ഒരു ആക്ടിവിറ്റീസിനും ഇല്ല. മാത്രമല്ല അത് കെ മുരളീധരനെ ഏക വൈസ് പ്രസിഡൻ്റായിട്ട് അന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ KPCC പ്രസിഡൻ്റ് ഒരു പപ്പറ്റ് പ്രസിഡൻറ്റും ആക്ച്വൽ പ്രസിഡൻറ്റ് ഏക വൈസ് പ്രസിഡൻറ്റുമാണ് എന്നൊരു ധ്വനി വന്നു. പക്ഷേ അതൊന്നും അത്ര ശരിയായിരുന്നില്ല. അല്ല, വയലാർ രവി വളരെ ശക്തനായിരുന്നില്ല. അങ്ങനെ പറ്റുമായിരുന്നു വയലാർ രവി അങ്ങനെ ഒരു വയലാർ രവി ദീർഘകാലം കോൺഗ്രസിനകത്ത് ഒരുപാട് ദുരനുഭവങ്ങളുമൊക്കെ ആയിട്ട് ഏറെക്കുറെ ഒരു ഡിസില്യൂഷൻമെൻറ്റിൽ കഴിയുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗ്രൂപ്പ് ഇക്വേഷനൊക്കെ മാറേണ്ടി വന്നത്. അപ്പോൾ അതേസമയത്ത് കരുണാകരൻ ഗവൺമെൻറ്റിൽ ശക്തനായ ആഭ്യന്തരമന്ത്രിയായിരുന്നു അതിനു മുമ്പ്. അപ്പോൾ അത് കരുണാകരനുമായിട്ട് ചെറിയ ഒരു കലാപം ഉണ്ടാക്കി അദ്ദേഹത്തിന് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെക്കേണ്ടി വന്ന ആളാണ്. അപ്പോൾ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ A ഗ്രൂപ്പിൻ്റെ പേരിൽ ഏറെ കരുണാകരൻ്റെ ദ്രോഹ നടപടികൾക്ക് വിധേയനായ ആളാണ് വയലാർ രവി. പക്ഷേ പിന്നീട് അദ്ദേഹം കരുണാകരനുമായിട്ട് ഒത്തുതീർപ്പാകുക. അപ്പോൾ വയലാർ രവിയെ പോലെ ഒരാളെ അപ്പുറത്തെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ കരുണാകരൻ്റെ ഒരു വലിയ ആവേശവും. അപ്പോൾ ആ ഗ്രൂപ്പ് പൊളിക്കുന്നതിനുള്ള സ്റ്റെപ്പായിരുന്നത്, പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അതിൽ അദ്ദേഹം വിജയിച്ചു. സംഘടനാ തിരഞ്ഞെടുപ്പ്, അപ്പോൾ ജനാധിപത്യ മര്യാദയിൽ തിരഞ്ഞെടുത്തതല്ലേ. പക്ഷേ വയലാർ രവിയുടെ പ്രവർത്തനത്തോട് A ഗ്രൂപ്പ് വിയോജിച്ചു, നിസ്സഹകരിച്ചു പോയി. ആ കാലത്താണ് ഈ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വൈരം ഏറ്റവും ശക്തമായി വന്നത്. അതായത് എതിർശബ്ദമില്ലാതെ കരുണാകരൻ ഒറ്റയാനായി നിന്നപ്പോഴാണ് ഇവരെല്ലാം പതിയെ വന്നത്. അപ്പോഴേക്ക് കേരളത്തിലെ ഭരണത്തിൽ ഇങ്ങനെ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം ഉന്നയിക്കുന്ന. അപ്പോൾ പ്രതിപക്ഷത്തിന് വേറെ ജോലിയൊന്നുമില്ല, പ്രതിപക്ഷത്തിൻ്റെ ജോലി കോൺഗ്രസ് തന്നെയായിരുന്നു. അത് ഘടകകക്ഷികളിലൊക്കെ ഒരുപാട് അതൃപ്തി ഉണ്ടാക്കിയായിരുന്നു, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിലും കേരള കോൺഗ്രസ്സുകൾക്കും ഒക്കെ. അപ്പോൾ അവരൊക്കെ കരുണാകരനോട് വലിയ പിന്തുണയോടെ നിൽക്കുന്ന ശക്തികളായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിലെ ഐക്യമില്ലായ്മ ഭരണത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങി. കരുണാകരൻ്റെ രോഗ അവസ്ഥയായിരുന്നു ഇതിന് മുഖ്യമായ കാരണവും തുടക്കവും. അപ്പോൾ അങ്ങനെ തുടർന്ന് സജീവമായ ഗ്രൂപ്പ് രാഷ്ട്രീയം, അവസാനം ഒരു ഗൂഢമായ ഒരു വർഗീയ ചേരിതിരിവ് പോലും ഉണ്ടായി. കോൺഗ്രസ്സിൽ ISRO ചാരക്കേസ് അങ്ങനെ പൊങ്ങി വന്നതാണ്.
ISRO ചാരക്കേസ് പിന്നെ കരുണാകരനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിലാണ് അവസാനിച്ചത്. പിൻകാലത്ത് CBI അന്വേഷിച്ച് അതൊക്കെ ചാരക്കേസൊന്നും ഇല്ലായിരുന്നു എന്നായിരുന്നല്ലോ റിപ്പോർട്ട്. ഉണ്ടോ ഇല്ലോ, ഉണ്ടായിരുന്നോ ഇല്ലയോ ആയിരുന്നോ എന്നുള്ള വിവാദം ഇപ്പോഴും തുടരുകയാണ്. കാരണം അത് ചാരപ്രവർത്തനമല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി സമ്പാദിച്ചുകൊണ്ട് നമ്പി നാരായണൻ, അതിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായിരുന്നു നമ്പി നാരായണൻ, നഷ്ടപരിഹാരം വാങ്ങുകയും ചെയ്തു. അപ്പോൾ ആ അവസ്ഥയിൽ എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ദേശീയ അംഗീകാരവും കിട്ടി, പത്മഭൂഷണമൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ എങ്കിലും ചാരക്കേസ് ഇപ്പോഴൊരു വിവാദ വിഷയമാണ്. യഥാർത്ഥത്തിൽ ചാരപ്പണി ഉണ്ടായിരുന്നോ, ISROയിലെ എന്തെങ്കിലും രഹസ്യം പാകിസ്ഥാനിലേക്കോ അല്ലെ അതുവഴി വേറെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങളിലേക്കോ പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള തർക്കമുണ്ട്. അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഏതായാലും CBIയുടെ ഫൈനൽ ഫൈൻഡിങ് അങ്ങനെയൊന്നുമില്ല. എസ്പിനേജ് വർക്ക് അതൊരു മാധ്യമ സൃഷ്ടിയാണെന്നൊരു പറഞ്ഞു സാറേ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവും രമേശ് ചെന്നിത്തലയും ആയിരിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നത്തെ കാലത്തേക്ക് വരിക? I ഗ്രൂപ്പിൽ പലരും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരാളാണ് അതിൽ മുൻ KPCC പ്രസിഡൻ്റായ രമേശ് ചെന്നിത്തല. കൂടാതെ മുൻ KPCC പ്രസിഡൻ്റായ മുരളീധരൻ നിൽക്കുന്നു. ഇനിയിപ്പോൾ നിലവിലെ KPCC പ്രസിഡൻ്റായ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കണം എന്ന് എല്ലാവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും. അങ്ങനെ അദ്ദേഹം മാറുകയാണെങ്കിൽ അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട മത്സരാർത്ഥിയായി തീരാം. അതെ. അപ്പോൾ അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഈ 3 പേരെ ഏതായാലും മത്സരസ്ഥാനത്തുണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ആണ് ഇപ്പോൾ ഈ നിർജ്ജീവമായിരുന്ന I ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പറഞ്ഞ 3 പേര് അവരുടെ ആഗ്രഹവും കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെ വരും അതെന്ന് പറഞ്ഞാൽ ഫലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ ഒരു കരുനീക്കം കൂടിയാണ്. VD സതീശന് അതേസമയത്ത് തൽക്കാലമെങ്കിലും KC വേണുഗോപാലിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും ഒക്കെ ആശീർവാദവും പിന്തുണയും ഉണ്ട് തൽക്കാലമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ആര് പിന്തുണച്ചാലും ഇവിടെ ഗ്രൂപ്പ് ശക്തമാണെങ്കിൽ ഒരു ശക്തിയായിട്ട് കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചു പോയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു കോംപ്രമൈസ് വരും ലാസ്റ്റ് മൂമെൻറ്റ് എന്നാണ് ഗ്രൂപ്പിനെ സജീവമാക്കുന്നവരുടെ പ്രതീക്ഷ. ഇതിനെല്ലാം ഉപരി അവർ ഈ 16-ാം തീയതി വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സമരം നടത്താൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം കരുണാകരൻ്റെ ചരമവാർഷിക ദിനം ആചരിക്കാൻ പോവുകയാണ്, അത് ഈ മാസം തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അതിനുള്ള ഒരുക്കങ്ങൾക്ക് ഇടയിലല്ല ഈ ഗ്രൂപ്പിന് എൻ്റെ ശക്തി രൂപം കൊള്ളുന്നത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഈ ഗ്രൂപ്പ് പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടി ആയുധങ്ങൾ, പടക്കോപ്പുകളൊക്കെ എല്ലാവരും ശേഖരിക്കുക. അപ്പോൾ എന്തായാലും ശേഖരിച്ച് വരട്ടെ. എന്തായാലും ഈ പറയുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഏതാണ്ടൊരു ചിത്രം വെളിവാകുന്ന ഉറപ്പാണ് അല്ലേ? അതെ, ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.